നല്ല നെല്ല് പത്തായത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ എലി എവിടുന്ന് വേണമെങ്കിലും വരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്ന് പറഞ്ഞ പോലെ നല്ല കണ്ടൻറ്റ് നോക്കി നമ്മൾ നടക്കുന്നതിനിടയ്ക്കാണ് ഒരു കസ്റ്റമറെ നമ്മൾക്ക് കിട്ടിയത്. ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അത് എനിക്ക് 6 മാസത്തോളം ആ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ട് പറയാനായിട്ട്. എന്തായാലും അത് നല്ലൊരു കണ്ടൻ്റ് ആയിരിക്കും, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അത്തരത്തിലൊരു കണ്ടൻ്റാണ് നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു സോളാർ ഉപയോഗിച്ച കസ്റ്റമറുടെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ തന്നെ ആ കമ്പനി എന്തുകൊണ്ട് അവർ തിരഞ്ഞെടുത്തു, എങ്ങനെ തിരഞ്ഞെടുത്തു, എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ള കാര്യം. കാരണം ഇന്ന് കേരളത്തിൽ ഏകദേശം 250-ലധികം കമ്പനികൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെ ഈ ഒരു കമ്പനിയെ ഫിൽട്ടർ ചെയ്തെടുത്തു, ഇവരെന്തുകൊണ്ട് ഈ ഒരു കാര്യം വെച്ചു, അതെല്ലാവർക്കും അറിയാം, ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതെങ്ങനെയാണ് തിരഞ്ഞെടുത്തത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. സ്റ്റാർട്ട് ഡീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ പറഞ്ഞ സോളാർ വെച്ചേക്കുന്ന 2 ആളുകളാണ്. ഇവരാണ് വെച്ചേക്കുന്നത്, ദമ്പതികൾ. പേരെന്താ ചേട്ടാ? അനിൽകുമാർ. സേതുലക്ഷ്മി. അപ്പോൾ ഇത് സ്ഥലം എവിടാ? വടയാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കോളും. വൈക്കം താലൂക്കിൽ തലയോലപ്പുറം പഞ്ചായത്തിൽ വടയാർ. വൈക്കം മാമുക്കയുടെ നാട് അല്ലേ? അതെ, ഇവിടെ അടുത്തല്ലേ പുള്ളിയുടെ സ്ഥലം? ജന്മദേശം ജന്മദേശമാണ് മുഹമ്മദ് ബഷീർ. മമ്മൂക്കയുടെ അതെ. എന്നാലും നമുക്ക് വിശുദ്ധ സാഹിത്യകാരൻ മുഹമ്മദ് ബഷീറിന്റെ അതാണ് എടുത്തു പറയാൻ കൂടുതൽ ഇഷ്ടം. അതെ, കൂടുതൽ ഇഷ്ടം. ഓക്കെ. അപ്പോൾ ഈ ഇരിക്കുന്ന സാധനം സോളാർ, ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് വെച്ചിട്ട് എത്ര നാളായി? 4 മാസമായി. 4 മാസമായിട്ട് സാറ്റിസ്ഫൈഡ് ആണോ? അത് ആദ്യം ചോദിക്കട്ടെ. 4 ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. സോളാർ വെച്ചതിൽ സന്തുഷ്ടമാണ്. കാരണം പഴയ പോലെ കറണ്ട് ബില്ല് വരുന്നില്ല. അതാണോ മെയിൻ? അതാണ് മെയിൻ കാരണം. അതിനു മുമ്പ് വേറെ കാര്യം ചോദിക്കട്ടെ, മേഡം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ തലയോലപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഇത് ഞാൻ എൻ്റെ വാർഡാണ്, 15ാം വാർഡാണ്. ഒരു മെമ്പറാണ്, അപ്പോൾ ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വിശ്വാസത്തിലെടുക്കാം. ആണോ? തീർച്ചയായിട്ടും നമുക്ക് മുകളിലേക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ ഈ സോളാർ വെക്കാനുള്ള തീരുമാനം കറണ്ട് ബില്ല് കൂടിയത് കൊണ്ടാണോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ ഭയങ്കര ആദ്യം ഒരു 3000-4000-ഓളം ഞങ്ങൾക്ക് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ സോളാർ വെച്ചതിന് ശേഷം ഒരു 180-ഓളത്തോളം താന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത് 180-ലേക്ക് താന്നു വന്നു എന്നുള്ള കാര്യമല്ല. നിങ്ങളിപ്പോൾ ഈ വെച്ചേക്കുന്ന കമ്പനി എന്തുകൊണ്ട് ഈ ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തി എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്, അല്ലേ? അതല്ലേ അറിയേണ്ടത്. ഇപ്പോൾ ഒരുപാട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 250-ലധികം കമ്പനികൾ കേരളത്തിലുണ്ട്. ഇതിനകത്ത് ഏത് കമ്പനിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? ഞങ്ങൾ റീ എനർജി. എന്തുകൊണ്ട് റീ എനർജി കണ്ടുപിടിച്ചു? അല്ല, നിങ്ങൾ റീ എനർജി എന്ന് പറഞ്ഞൊരു കമ്പനിയെ സെലക്ട് ചെയ്തല്ലോ, അതിനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. അത് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് മെച്ചപ്പെട്ട ഒരു കമ്പനിയാണെന്നും സർവീസ് അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ മാത്രമല്ല അതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും അതിൻ്റെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് വന്നത്. അപ്പോൾ ഇവരെ ആരാ സജസ്റ്റ് ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യോ? യൂട്യൂബോ? ഇപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടോ? അപ്പം യൂട്യൂബ് ഞങ്ങൾ ചെയ്യുന്ന പോലെ ഒരുപാട് പേര് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടാണോ? ഞാനും മനോജും സുഹൃത്തുക്കളാണ്. അപ്പം മനോജ് KSEBയിലെ സീനിയർ സൂപ്രണ്ടായി റിട്ടയർ ചെയ്തതാണ്. അതായത് ഇതിന്റെ ഫ്രാഞ്ചൈസി എടുത്തേക്കുന്ന ആളല്ല. അതെ, അതിന് മുമ്പ് ഫ്രാഞ്ചൈസി ഇല്ലായിരുന്നപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ഈ കാര്യങ്ങൾ പറയുകയും റെനർജി എന്ന് പറയുന്നത് നല്ല ഒരു കമ്പനിയാണ്, നല്ല വിശ്വാസമുള്ള ഒരു കമ്പനിയാണ്, അതിൻ്റെ ഇത് സോളാർ എടുക്കുകയാണ് നല്ലതെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് അതിലേക്ക് ഒരു ഐഡിയ നമ്മൾ വന്നത്. ഓക്കെ. ഇവർ കുറേ സർവീസും കാര്യങ്ങളും കുറേ മോഹന വാഗ്ദാനങ്ങളൊക്കെ എന്തായാലും ഈ ഒരു കമ്പനി എന്നതിൽ ഈ കമ്പനി എന്നല്ല എല്ലാ കമ്പനിയും നൽകാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ? ഒരു വാഗ്ദാനവും ഇല്ല. അവർ നമ്മളോട് ഇതിൻ്റെ 4 കിലോവാട്ടാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ തുക ഇത്രയാണ്. കുറേ കഴിയുമ്പോൾ ഇപ്പം ഇതുവരെ നമുക്ക് സബ്സിഡി ഒക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. 78,000 രൂപ സബ്സിഡി കിട്ടും. ഇത് എത്ര കിലോ വാട്ടാണ് വെച്ചേക്കുന്നത്? 4 കിലോ വാട്ടാണ് വെച്ചേക്കുന്നത്. ഇതിന് മൊത്തം എത്ര രൂപ ചിലവായി ഇതുവരെ? നമുക്ക് 2,97,000 രൂപ. 2,97,000 രൂപ ചിലവായി. ഈ സബ്സിഡി എത്ര വരും? 78,000 രൂപ സബ്സിഡി വരും. 78,000 രൂപ, ഏകദേശം 80,000 രൂപയോളം സബ്സിഡി. അപ്പോൾ 2,10,000 ആ ഒരു
പ്രൈസ് റേഞ്ച് നമുക്ക് ചിലവ് വന്നുള്ളൂ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ദൈനംദിനമുള്ള യൂസേജിൽ കൂടുതൽ നമുക്ക് വൈദ്യുതി ഇപ്പം കിട്ടുന്നുണ്ടോ? ഉണ്ട്. അതെന്തായാലും അതിൻ്റെ പൈസ KSEB നമുക്ക് ഓൺ ഗ്രിഡ് ആയിട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അതിൻ്റെ പൈസ KSEB നമുക്ക് തരും. ഇപ്പം വീട്ടിൽ ഇലക്ട്രിക് വാഹനങ്ങൾ എന്തെങ്കിലും നമ്മുടെ 2 വീലറാണ് ഇലക്ട്രിക് ഉള്ളത്. 2 വീലർ മാത്രമാണുള്ളത്. പിന്നെ നമ്മൾ AC അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം പ്ലാൻ അടുത്ത് ചെയ്യേണ്ടത് ഇൻഡക്ഷൻ കുക്കർ വെക്കണം, കാർ എടുക്കണം. ഇലക്ട്രിക് കാർ എടുക്കണം. അല്ലാതെ കാറുണ്ട്, അത് ഞാൻ കണ്ട് വന്നപ്പോൾ പോർച്ച് കിടക്കുന്നുണ്ട് വേറൊരു കാർ. അപ്പോൾ ഇനി ഒരു ഇലക്ട്രിക് കാർ എടുക്കണം, ഇൻഡക്ഷൻ കുക്കർ ആകുമ്പോൾ ഗ്യാസ് സിലിണ്ടർ ആ സാധനം അങ്ങ് ലാഭിച്ചേക്കണം, അത് ലാഭിക്കാം. പെട്രോൾ ഡീസൽ അടിക്കുന്ന സാധനം അത് ലാഭിക്കാം, മൊത്തത്തിൽ ലാഭം. സോളർ എടുക്കുന്ന ഫുള്ളേ അതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കമ്പനിയിലേക്ക് വരാം. ഇത് സർവീസ് ചെയ്യേണ്ട സമയമായോ? 6 മാസത്തിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർ വന്ന് ചെയ്യൂ? അവർ വന്ന് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ ഇൻസ്റ്റാളേഷനും പരിപാടികളെല്ലാം സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ 2 എണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് പുതിയതാണെന്ന് കണ്ടാൽ മനസ്സിലായി. ഇവിടെ ഒരു പഴയ സാധനം ഇരിപ്പുണ്ടല്ലോ. പഴയത് നമ്മളൊരു ഈ ബാറ്ററി ബാക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചതാണ്. അത് ഇപ്പം നമ്മൾ തൽക്കാലം അത് ഇതിലല്ല, ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഫുള്ള് ഇത് വന്നപ്പോൾ 4 വർഷം മുമ്പേ ഉള്ള സാധനമാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പം ചുരുക്കം പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു കമ്പനി തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ കമ്പനി എന്തൊക്കെ സർവീസാണ് തരുന്നത്. അപ്പോൾ ഇവരെ ഇങ്ങനെ വലിയ മോഹന വാഗ്ദാനങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ഇപ്പോൾ വാറണ്ടിയൊക്കെ ഇവർ പറയുന്നുണ്ടോ? വാറണ്ടി ഉണ്ട്. 15 വർഷം ഇത് സർവീസ് വാറണ്ടി അല്ല, 25 വർഷം സർവീസ് വാറണ്ടിയും 15 വർഷം ഇത് റീപ്ലേസ്മെന്റ്. ഓക്കെ. അപ്പോൾ ഇവർ കുറേ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയെ പറ്റിയും ഈ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങളോട് നമുക്കറിയാം. അതിൻ്റെ ഫ്രാഞ്ചൈസിയുടെ ആൾ വന്നിട്ടുണ്ട്, ഒപ്പം തന്നെ ടെക്നിക്കൽ ടീം വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? നിങ്ങൾ എന്തായാലും ഇതിപ്പം വേറെ എടുക്കുന്നതിൽ ഈ റീ എനർജി എന്ന് പറഞ്ഞ കമ്പനിയെ നമുക്കിപ്പം സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പിച്ച് പറയാം. അപ്പോൾ ഉറപ്പിച്ച് എന്തായാലും അവർക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കമ്പനിയുടെ ബാക്കി കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നേരത്തെ നമ്മുടെ അടുത്ത് കസ്റ്റമർ പറഞ്ഞ ആ ഒരു ഫ്രാഞ്ചൈസി ഓണറാണല്ലോ. ചേട്ടൻ്റെ പേര് പറഞ്ഞോ? എൻ്റെ പേര് MV മനോജ്. ഞാൻ വൈക്കം സ്വദേശിയാണ്. ചേട്ടനാണ് ഇതിൻ്റെ ഇവിടുത്തെ ഫ്രാഞ്ചൈസി ഓണർ. ചേട്ടൻ ഇതിന് മുമ്പ് നേരത്തെ എന്തായിരുന്നു ജോലി? ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്രണ്ടായിട്ട് സർവീസിൽ നിന്ന് വിരമിച്ച്, അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു വരുമാന മാർഗത്തിന് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ചിന്തയിൽ വന്നപ്പോൾ ഈ സോളാർ, അത് പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ രാജ്യത്തിന് ഗുണമാകുന്നൊരു കാര്യമാണ്. നമ്മുടെ പാഴായി പോകുന്ന സൂര്യപ്രകാശം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം നടത്തുക. അത് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പരാതിപ്പെടുന്ന കാര്യം അവർക്ക് വൈദ്യുതി ബില്ല് കൂടുതലാണ്. അപ്പോൾ അവർക്ക് വൈദ്യുതി ബില്ല് കൂടുതലാണെങ്കിൽ അത് നമ്മൾ നിരന്തരമായി KSEBയിൽ ഇരുന്ന് കേട്ടിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതെ. അപ്പോൾ ആ ബന്ധമുള്ളത് കൊണ്ട് എങ്ങനെ മനുഷ്യർക്ക് ഗുണം ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഈ സോളാർ പാനലിൻ്റെ ഒരു കാര്യം, ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങാമെന്ന് നമുക്കൊരു ആലോചന. അങ്ങനെയാണ് ഈ ഒരു കമ്പനിയിലേക്ക്. അതെ. അത് മാത്രമല്ല, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ അവിടെ പൊതുപ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുജനങ്ങളുടെ ഒരു വിഷമങ്ങൾ നമുക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു കമ്പനി തുടങ്ങുവാണെങ്കിൽ ഒരു നല്ല കമ്പനി വേണം, സർവീസുള്ള കമ്പനി വേണം, ആൾക്കാർക്ക് പരാതിയില്ലാത്തൊരു കമ്പനി ആകണം, അതിലൊരു വിശ്വസ്തത വേണം. അങ്ങനെയൊക്കെയുള്ള എൻ്റെ അന്വേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഞാൻ ഈ റെനർജി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. എനർജി എത്തി. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ ഈ കമ്പനിയെക്കുറിച്ച് അറിയാം. കാരണം കസ്റ്റമേഴ്സ് വന്ന് നമ്മൾ ബോർഡിൽ നിരവധി കമ്പനികളെ അറിയാം. അപ്പോൾ അതിൽ നിരവധി കമ്പനികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പല കമ്പനിയുണ്ട്. പക്ഷേ എന്നാലും അതിനേക്കാൾ നമുക്കൊരു അഭിപ്രായം തോന്നിയ ഒരു കമ്പനി, അതുകൊണ്ട് നമ്മൾ പലരോടും അത് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ആ കസ്റ്റമേഴ്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. നല്ല രീതിയിൽ ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആർക്കും തന്നെ ഒരു ആക്ഷേപം ഇൻസ്റ്റാൾ ചെയ്തവർ പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒന്ന് തുടങ്ങിയതാണ്. അപ്പോൾ വേറെ കാര്യം ചോദിക്കാം. ഇപ്പോൾ വൈക്കം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏരിയകൾ, ഡെവലപ്പ് ചെയ്യുന്ന ഏരിയകൾ. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരുപാട് വീടുകളുടെ ടെറസുകളിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ സോളാർ കണ്ടു തുടങ്ങി. ഇപ്പം ഗ്രാമപ്രദേശങ്ങളിലും അത്യാവശ്യം നഗരപ്രദേശങ്ങളല്ലാത്ത സ്ഥലങ്ങളിലും കൂടുതലും ഈ സോളാറിൻ്റെ പാനൽസ് കണ്ടു തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ബിസിനസ് എങ്ങനെ പോകുന്നുണ്ട്? വളരെ നല്ല റെസ്പോൺസ് ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കാരണം ആളുകൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മേഖലയിലുള്ള പരിചയക്കുറവും, പിന്നെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് വൈകിട്ട് ഉപയോഗിക്കുന്ന കറണ്ടിന് കൂടുതൽ വില വാങ്ങുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങളിൻ്റെ അടിസ്ഥാനത്തിൽ സോളാറിൻ്റെ ഇടയ്ക്കൊരു വൈമുഖ്യം വന്നു. പക്ഷേ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. പ്രൈം മിനിസ്റ്റർ സൂര്യഘർ പദ്ധതി, PM സൂര്യഘർ പദ്ധതി. ഈ പദ്ധതിയിൽ ജനങ്ങൾക്ക് 78,000 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട് ഓരോ വീടുകളും വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങൾ. കിലോവാട്ടിനാണോ ഈ സബ്സിഡി വരുന്നത്? എത്ര കിലോവാട്ട്? അതെ, 10 കിലോവാട്ട് വരെയുള്ള
ഡൊമസ്റ്റിക് ഉപഭോക്താക്കൾക്ക് ഈ സബ്സിഡി കിട്ടും. 10-ന് മേലുള്ളവർക്ക് സബ്സിഡി ഇല്ല. ഇത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമേ ഈ സബ്സിഡി അപ്പോൾ വീടുകളിൽ മാക്സിമം സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കണം എന്നാണ് ഗവൺമെന്റിന്റെ പദ്ധതി. അത് ഓരോ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ മനുഷ്യ നന്മയ്ക്ക് ഉതകുന്ന ഒരു വലിയൊരു സംഭവമാണ് ഇത്. സംശയമൊന്നും. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ഇത്രയും പറഞ്ഞു, ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന സാധനമല്ലേ? അല്ലേ, അത് ചൈനയിൽ നിന്ന് വരുന്ന ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിപ്പെടുത്തി ഇന്ത്യയിൽ തന്നെ സോളാർ പാനലുകൾ അല്ല നിരവധി ഇപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഈ പാനലുകൾ ധാരാളമായി നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെയൊക്കെ തന്നെ ഇപ്പം ഈ മേക്കിംഗ് ഇന്ത്യ പദ്ധതിപ്പെടുത്തി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാനലുകൾ ഉപയോഗിച്ചാണ് നമ്മളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആവൽസിൻ്റെ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ അദാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ഉൽപ്പാദന, അപ്പോൾ അവർക്ക് തന്നെ സ്വന്തമായ സോളാർ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അദാനിയുടെ പാനലുണ്ട്, ഹാവൽസിൻ്റെ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൂം സോളാർ എന്നൊക്കെ പറഞ്ഞാൽ അത് ആദ്യത്തെ 10 ഒരെണ്ണം, അതെല്ലാം ഈ കമ്പനി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ വിവിധങ്ങളായ പാനൽസ് ഉണ്ട്. ഇനി ഇതിന് വാറണ്ടി ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. വാറണ്ടി ഉണ്ട്, 25 വർഷം സർവീസ് വാറണ്ടി ഉണ്ട്, 15 വർഷം. നിങ്ങൾ ഫ്രാഞ്ചൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിൽ നമുക്കതെല്ലാം ഇപ്പോൾ അത് പാലിച്ചു പോകാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് വലിയ നഷ്ടമില്ലാതെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ടെക്നിക്കൽ ടീം സംസാരിക്കാനായിട്ട് നമുക്ക് ആ ടെക്നിക്കൽ ആളോട് നമ്മുടെ ആളുണ്ട്. പുള്ളി അദ്ദേഹമാണ് സൈറ്റ് എഞ്ചിനീയർ. നമ്മുടെ ഫീൽഡിൽ പോയി ആളുകൾക്കെല്ലാം നല്ല രീതിയിൽ ടെക്നിക്കൽ അനീഷിനോട് നമുക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും സംസാരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ ആൾ നമ്മളോടൊപ്പം ഉണ്ട്. ബ്രോ പേരെന്താ? എൻ്റെ പേര് അനീഷ്. അപ്പോൾ അനീഷ് ബ്രോ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അനീഷ് ബ്രോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇതിപ്പം ചൈനയിലല്ല ഇന്ത്യയിലൊക്കെയാണെന്ന് പുള്ളി മനോജേട്ടൻ ഇപ്പം നമ്മളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പാനലിന് എത്ര വർഷമാണ് നിങ്ങൾ വാറണ്ടി കൊടുക്കുന്നത്? 25 വർഷം. 25 വർഷം ഈ പാനലിന് വാറണ്ടി കൊടുക്കും? പാനൽ വാറണ്ടി. അതിൽ 10 വർഷം റീപ്ലേസ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള 15 വർഷം പെർഫോമൻസ് വാറണ്ടി വരും. അതായത് 10 വർഷത്തേക്ക് നമ്മൾ റീപ്ലേസ് തേങ്ങ വീണ് പൊട്ടിയാലോ? ഇല്ല, ഫിസിക്കൽ ഡാമേജ് കിട്ടും. അതുപോലെ നാച്ചുറൽ കലാമിറ്റിക്ക് വാറണ്ടി കിട്ടത്തില്ല. അതിന് ഇൻഷുറൻസും അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അതും കുഴപ്പമില്ല. ഓക്കെ. നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ 10 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സാധനം കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് 10 വർഷത്തേക്ക് റീപ്ലേസ്മെൻറ്റ്. ഇനി അടുത്ത 15 വർഷം, ഈ 10 വർഷം കഴിഞ്ഞ് വരുന്ന 15 വർഷത്തേക്ക് റീപ്ലേസ്മെൻ്റ് അല്ലാതെ പെർഫോമൻസ് വാറണ്ടി. അന്ന് നിങ്ങൾ റിപ്പയർ ചെയ്ത് തിരിച്ചു കൊടുക്കും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണോ? ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ. ഇനി നിങ്ങൾ ഇതിൻ്റെ സർവീസ് എത്ര നാൾ ചെയ്തേക്കും? സർവീസ് 5 വർഷം. 5 വർഷത്തേക്ക് നിങ്ങൾ ഈ സർവീസ് എന്താണ് സത്യം പറഞ്ഞാൽ മെയിനായിട്ട്? കുറേ ആളുകൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കഴുകണം അങ്ങനെയൊക്കെ. അത് മെയിൻലി ഓരോ സൈറ്റ് ഡിപ്പെൻസ് ഓൺ സൈറ്റ് ആണ്. ഇപ്പോൾ ടൗൺ ഏരിയ ഒക്കെ ആണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരും. ഇപ്പോൾ ഇതുപോലെ ഇപ്പം ഉൾപ്രദേശമൊക്കെ ആണെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ കഴിയാൽ മതി. ഇപ്പം ഇത് പൊടി പിടിച്ചിരിക്കുക 4 മാസമായിട്ടുള്ള വെച്ചിട്ട്. അപ്പം 6 മാസം ആകുമ്പം കമ്പനിയുടെ ഫ്രീ സർവീസ് ഉണ്ട്. വർഷത്തിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അവർ വന്ന് മറ്റേ പ്രഷർ വാഷ് ചെയ്ത് കൊടുക്കും. വാഷ് ചെയ്ത് പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കസ്റ്റമറിനെ കാണിച്ചു കൊടുക്കും. ബാക്കിയുള്ളവർക്ക് കൂട്ടാൻ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഇവിടെ എല്ലാം ഉണ്ട്. മോണിറ്ററിംഗ് എല്ലാം പറ്റും. എല്ലാം മോണിറ്ററിംഗ് അറിയാം. ഒരു ദിവസത്തെ അറിയാം, കഴിഞ്ഞ ദിവസത്തെ അറിയാം, മന്ത്ലി അറിയാം, ടോട്ടൽ അറിയാം. ക്യുമുലേറ്റീവ്ലി നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. എല്ലാം ബാക്കിയുള്ളവരുമായിട്ടൊക്കെ സെയിം കമ്പനി തന്നെ. പക്ഷേ ഇവരുടെ പ്രത്യേകതകളാണ് ഇവർ പറഞ്ഞ ഈ വാറണ്ടീസും ഗ്യാരണ്ടീസും കാര്യങ്ങൾ ഇത്രയും. പിന്നെ ഇവരുടെ ഉപയോഗിക്കുന്ന പാനൽസ് എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് അല്ലേ? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാനൽസാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വാറണ്ടി ഗ്യാരണ്ടി എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കും. അതാണ് ഇവർ പറയുന്നത്. ഇനി പിന്നെ മറ്റുള്ള കമ്പനികളിൽ നിന്ന് നിങ്ങളുടെ കമ്പനിക്ക് അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? നിങ്ങളുടെ പ്രൈസിൻ്റെ കാര്യത്തിലെല്ലാം സെയിം തന്നെയാണോ? പ്രൈസ് ഓരോ ബ്രാൻഡ് അനുസരിച്ച് അതിന് അല്ല, ഓൾമോസ്റ്റ് പ്രൈസ് എല്ലാം സെയിം തന്നെയാണ്. മിക്കവാറുള്ള കമ്പനിയെല്ലാം സെയിം തന്നെയാണ്. ഓരോ ബ്രാൻഡ് അനുസരിച്ച് പ്രീമിയം ബ്രാൻഡ് വരുന്നുണ്ട്. ഇതിപ്പോൾ അദാനി വെച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ ഹാവൽസ് ചെയ്യുന്നുണ്ട്, വേറെ 5 ബ്രാൻഡ് വേറെ ചെയ്യുന്നുണ്ട്. അത് വരുമ്പോൾ അതിന്റെ പ്രൈസ് കൂടും. അദാനിക്കാളും പ്രൈസ് കൂടുതലാണ് ഹാവൽസിന്റെ ബ്രാൻഡ് വരും. അത് വരുമ്പോൾ പ്രൊഡക്ഷൻ കൂടുതലാണോ? ഇല്ല, പ്രൊഡക്ഷൻ ഒക്കെ സെയിം ആണ് വരുന്നത്. പിന്നെന്താണ് അവന്റെ ബെനിഫിറ്റ് എന്താണ്? അത് വരുമ്പോൾ കുറച്ചുകൂടെ വാറണ്ടി കൂടുതൽ കിട്ടും. അത് എത്ര വാറണ്ടി കിട്ടും? 10 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി വരും. അല്ല, അത് തന്നെയല്ലേ സിസ്റ്റം മൊത്തം കിട്ടും. ഇതിപ്പോ ഇൻവെർട്ടർ വരുന്നത് നമുക്ക് 5 വർഷം കിട്ടത്തുള്ളൂ. അങ്ങനെ ഉണ്ടല്ലേ? ഇത് പാനലിനും കിട്ടും, ഇൻവെർട്ടറിനും വേറെ വാറണ്ടി അങ്ങനെയുണ്ട്. മറ്റേ വരുമ്പോഴത്തേക്ക് ഫുൾ സിസ്റ്റത്തിന് 10 വർഷം വാറണ്ടി കിട്ടും. റീപ്ലേസ്മെന്റ് പാനൽ എല്ലാ ബ്രാൻഡ് എടുത്താൽ 25 വർഷമാണ് വരുന്നത്. പിന്നെ ഇൻവെർട്ടർ വരുമ്പോൾ ഹാവൽസിന്റെ വരുമ്പോൾ 10 വർഷം വാറണ്ടി വരും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയും സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അത് നമ്മൾ നോക്കണം. പിന്നെ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നത്? നോ കോസ്റ്റ് EMI ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അല്ലാതെ ബാങ്ക് ത്രൂ ഉണ്ട്. ഈ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുള്ളതാണ്. നോ കോസ്റ്റ് EMI ചെയ്യുന്നുണ്ട്. അതായത് പലിശ വേണ്ട. നിങ്ങൾ ഇനി ഒരു സോളാർ സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പലിശ അടയ്ക്കേണ്ട. പലിശ അടയ്ക്കാതെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവർ ലോൺ എടുത്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു 19,000 എത്ര അടയ്ക്കണം?
ടോട്ടൽ എമൗണ്ടിന് 25% അടക്കേണ്ടി വരും. ടോട്ടൽ എമൗണ്ട് ഒരു 25% അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു അത് നമുക്ക് മാക്സിമം 1 ഇയർ വരെ EMI ഇടാൻ പറ്റത്തുള്ളൂ. 1 ഇയർ വരെ ഒരു 3 കിലോട്ടൊക്കെ ആണെങ്കിൽ മന്ത്ലി ഒരു 6000 രൂപയൊക്കെ വരത്തുള്ളൂ. അത്രേ എടുത്തുള്ളൂ. ഈ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട തുക നേരെ EMI ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അടച്ചു തീർക്കാനും പറ്റും, നിങ്ങൾക്ക് വീട്ടിലേക്ക് കാര്യങ്ങൾ ആവുകയും ചെയ്യും. ഇപ്പോൾ EMIക്ക് വേണമെങ്കിൽ സാധനം ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ഉണ്ട്, അത് ഇൻട്രസ്റ്റ് വരുന്നേ ഉള്ളൂ. ബാങ്ക് ത്രൂ വരുമ്പോഴത്തേക്കും ഇത് നിങ്ങളുടെ കമ്പനി കൊടുക്കുന്നതാണല്ലേ? ഇത് ഞങ്ങളുടെ കമ്പനി നോ കോസ്റ്റ് EMI ഞങ്ങൾ കമ്പനി കൊടുക്കുന്നതാണ്. അല്ലാതെ ബാങ്ക് ത്രൂ എടുക്കുന്നത് 7% ഇൻട്രസ്റ്റ് വരും. 10 വർഷം വരെ നമുക്ക് ഇടാനും പറ്റും. 10 വർഷം വരെ ഇടാനും പറ്റും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ പലിശ ഇല്ലാതെ ഇവരുടെ സിസ്റ്റം വഴി നിങ്ങൾക്ക് EMI ആയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ റീഎനർജി എന്ന് പറഞ്ഞ റെനർജി അല്ലേ? റീഎനർജി എന്നല്ല, റെനർജി എന്നാണ് കേട്ടോ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുന്നത്. കാര്യം കൂടെ ചോദിച്ചോടെ ഞാൻ, അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം. ഇത് എത്ര ടൈപ്പുള്ള പാനൽസ് ഉണ്ട്? നമുക്ക് നോർമലി 3 ടൈപ്പ് പാനലാണ് വരുന്നത്. അതിൽ പോളിക്രിസ്റ്റലൈൻ ഉണ്ട്, മോണോപർക്ക് ഹാഫ് കട്ട് ഉണ്ട്, അതുപോലെ ബൈഫേഷ്യൽ ഉണ്ട്. ഒന്നും എനിക്ക് മനസ്സിലായില്ല കുറേ. 3 ടൈപ്പ് പാനലാണ് ഇപ്പോൾ നോർമലി വരുന്നത്. ആദ്യം ഇറങ്ങിയ ടൈപ്പ് പോളിക്രിസ്റ്റലൈൻ പാനൽ, അത് കഴിഞ്ഞിട്ട് മോണോപർക്ക് ക്രിസ്റ്റലൈൻ ഉണ്ട്, അത് കഴിഞ്ഞ് മോണോപർക്ക് ഹാഫ് കട്ട് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് ഇറങ്ങിയ പാനലാണ് ബൈഫേഷ്യൽ പാനൽ. ഇതിന്റെ പാനലിൽ മേളിൽ നിന്നും അതുപോലെ പാനലിൽ അടിയിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടും. റിഫ്ലക്ഷൻ അടിച്ചിട്ട് ഈ അടിയിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. മുകളിൽ നിന്ന് കിട്ടും, അടിയിൽ നിന്ന് കിട്ടും. അത് കൊള്ളാലോ സംഭവം. അപ്പം കുറച്ച് നോർമൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും, പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. അത് കൊള്ളാം. അപ്പോൾ ഈ അടിഭാഗം എന്തായാലും അങ്ങനെ അഴുക്കാകില്ലല്ലേ? അല്ല, എന്തായാലും പൊടി പിടിക്കും, നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത്ര മാത്രം. അപ്പോൾ ഇത് വെള്ളം അടിക്കുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം കയറിയൊന്നും പ്രശ്നമില്ല? ഈ വയറിനകത്തോ കേബിളിനകത്തോ ജോയിൻസിനകത്തോ എല്ലാം വാട്ടർ പ്രൂഫാണ്. എല്ലാം വാട്ടർ പ്രൂഫാണ്, അതൊന്നും കുഴപ്പമില്ല. ഈ കണക്ടേഴ്സ് വരെ വാട്ടർ പ്രൂഫ് IP68 റേറ്റിംഗ് ഉള്ളതാണ്. IP68 റേറ്റിംഗ് ഉള്ള കണക്ടേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് നൈസ്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഈ മേലോട്ട് കിട്ടും, അങ്ങനെയും കിട്ടും. അതെന്തായാലും നല്ല ബെനിഫിറ്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ. ഓക്കെ, ബൈഫേഷ്യൽ ടെക്നോളജി എന്ന് പറയും. എന്തായാലും ഒരു ബൈഫേഷ്യൽ ടെക്നോളജി എന്തായാലും നല്ലൊരു ടെക്നോളജിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കമ്പനി റെനർജി എന്ന് പറഞ്ഞ കമ്പനിയെ നിങ്ങൾ പരിചയപ്പെട്ടു. ഞാൻ എന്തായാലും ഒരിക്കലും പറയില്ല നിങ്ങൾ റെനർജി മാത്രം മേടിക്കണം, റെനർജി മാത്രം സോളാർ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കുക. എന്തായാലും കസ്റ്റമറുടെ റിവ്യൂ ജെന്യുവനായിട്ടുള്ള റിവ്യൂ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമറുടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ തന്നെ റെനർജി എന്ന് പറഞ്ഞ കമ്പനിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ വിളിച്ച് ചോദിക്കുക, അന്വേഷിക്കുക. ഇനി വേണേൽ കണ്ട് കാണുന്നവർക്ക് പോയി കാണാൻ വരെ ഒരുപാട് സൈറ്റുകളുണ്ടല്ലേ? നിങ്ങൾ എത്ര വൃത്തി ചെയ്തിട്ടുണ്ടാവും? ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് സർവീസ് ടീം ഉണ്ട്, കസ്റ്റമേഴ്സും ഉണ്ട്, ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 20 വർഷത്തിൽ കൂടുതലായ കമ്പനിയാണ്. 25 വർഷമായിട്ട് കമ്പനിയുണ്ട്. അതിൽ 13 വർഷമായിട്ട് സോളാർ ഫീൽഡിലുണ്ട്. 25 വർഷമായിട്ടുള്ള കമ്പനിയാണ്. 13 വർഷമായിട്ട് ഈ ഒരു സോളാർ ഇൻഡസ്ട്രിയിൽ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇവർ പറഞ്ഞ ഇവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് 6000 മേളിൽ സൈറ്റ് ചെയ്തിട്ടുണ്ട്. 6000 മാത്രം. കേരളത്തിൽ 6000-ലധികം സൈറ്റുകൾ ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നോക്കുക, കാണുക, ചെയ്യുക. അപ്പോൾ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്പർ എടുക്കുക, വിളിച്ചോളുക, നിങ്ങളുടെ ഡീലുകൾ ഉറപ്പാക്കാം. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസിനും ഡീൽസിനുമായിട്ട് നമ്മുടെ ചാനലുകൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.